എടാ അവൻ അവിടെ കിടന്ന് ഉറങ്ങുവാ തോന്നുന്നു. അസീറേ, എടാ അസീർ താഴെ ഓരോരുത്തർ കയറാൻ നിൽക്കുന്നുണ്ടാ. നീ ഒന്നീ പാട്ട് പാടൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങും. പാട്ട് പാടാൻ അറിയോ? എല്ലാരും പോവും. എന്നാ ഓക്കെ പോവും. ഓക്കെടാ. ചന്തുവിന്റെ അമ്മ ഇതാരാ ചോദർന്ന് പറഞ്ഞു. നമ്മുടെ മ്യൂസിക് ആണ് കരുതട്ടെ. മ്യൂസിക്കിന്റെ പേര് അസീർ എന്നാണ്. ഇത് ബോഡി ഒന്ന് സെറ്റ് ആക്കണം, ജിമ്മ് പോകുന്നത് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോന് അത് തന്നെ പറഞ്ഞത്. എൻ്റെ മോന് ഇങ്ങനെ ഇരിക്കും, നരന്തിന്റെ കുട്ടിക്കാണേ, ഇങ്ങനെ ഇരിക്കും കുട്ടിക്കുക. അപ്പൊ അവന് ഇതുപോലെയാണ് ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. പക്ഷെ ജിമ്മിൽ പോയിട്ട് വന്ന് ഭയങ്കര ക്ഷീണമാണ്. സത്യം നീ പറഞ്ഞു. അത് ഞാൻ നാളെ തിരികെ കൂട്ടാൻ കേട്ടോ എന്ന് പറഞ്ഞു. ലാലേട്ടൻ വന്നിട്ടുള്ള വിനോസ് കാണുന്നുണ്ട്. ലാലേട്ടൻ ബ്ലൂ ഇടണോ? വലിയേട്ടൻ ഇങ്ങനെ കിടന്നുറങ്ങാൻ ഞങ്ങൾ എങ്ങനെ ഗസ്റ്റ് കയറും എന്ന് പറയുന്നുണ്ട്. ഇതൊട്ട് തടി കൂടാനും ജിമ്മിൽ പോകാനും പോകാന്ന് പറയുന്നുണ്ട്. 20:42 പറയുന്നുണ്ട്. താങ്ക് യു. ഏതോ ഞാൻ പോണെന്ന് പറഞ്ഞ സ്നേഹിത ഏതോ നടക്കുന്നുണ്ട്. വിനോസ് ഞാൻ പാടണോന്ന് ചോദിക്കണം. നീ പാടണ്ട, നീ പാടി ഇവിടെ ആരും നിൽക്കത്തില്ല. താങ്ക്സ് വിനോസ് പേരുടെ തിരിച്ചും വരണോട്ടോ എന്ന് പറഞ്ഞു. വിനോദ് വിൽക്കുന്നില്ല ഹായ് എന്ന് തിരിച്ചേട്ടൻ ഏതു ഞാൻ കയറില്ല നാണം തോന്നുന്നു. മേനി നോക്കുന്നു തിരുമോളുടെ കയറുമ്പോൾ പറയുന്നുണ്ട്. രഞ്ജിത്ത് കൃഷ്ണ ഹലോ എന്നുണ്ട്. രഞ്ജിത്തെ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ദിവസം വഴിതെറ്റി വന്നതല്ലേ രഞ്ജിത്തെ, എനിക്ക് ഓർമ്മയുണ്ട്. നിന് ചേട്ടാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നയന ഡിജിൻ രഞ്ജിത്തെ കഴിച്ചോ, ഫുഡ് കഴിച്ചോ? ഡിജിൻ വന്നിട്ടില്ല ഹായ് എന്ന് പറഞ്ഞാൽ അച്ഛക്ക് തുകതർ ഉള്ള ആള് പോയോന്ന് നിൽക്കുന്നുണ്ട്. മുഖം പൊത്തുന്നു ഇവിടെ. വിനോസ് നയന ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട് ഓക്കെ. ഞാൻ പാടിയാൽ നിങ്ങൾ പെടും. ഇതെന്തോ മുഖം മറിച്ചിരിക്കുന്നേ? നാണമാകുന്നു, മേനി നോക്കുന്നു. ദാ ചിരിക്കുന്ന അവിടെ ഇരുന്നോണ്ട്. കൊറേ ആള് എന്നിട്ട് പൊരിക്കാൻ താഴെ നിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കമന്റ് ഒക്കെ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പൊത്തി നോക്കിയതാണ്. ഇല്ല അങ്ങനൊന്നും ഇല്ല. നീ എന്തോ കൊട്ടേഷൻ കൊടുത്തുന്നോ? എന്നെ പഞ്ഞിക്കിടാൻ കൊട്ടേഷൻ കൊടുത്തു പറയുന്ന കേട്ടു. ആര്? നീ കൊട്ടേഷൻ കൊടുത്തു? ഞാനൊന്നും കൊട്ടെ. ഇതാരാ പറഞ്ഞിരിക്കേ തെറ്റിദ്ധരിപ്പിക്ക? ഇല്ലല്ല, ഇക്ക ഞാൻ ഇട്ട വാട്സപ്പ് ഒക്കെ കണ്ടതായിരുന്നു. അതേ, അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി ലീവ് ആക്കണം. അത്ര ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ മറുപടി കൊടുക്കാം. നിങ്ങൾ ആരാണോ അതേപോലെ ഒരാൾ. അല്ല പേരെന്നല്ല അറിയണ്ടേ, ഒരു ഐഡിയ അറിയണ്ടേ? നമ്മുടെ ലുലുമാളിന്റെ ഒക്കെ ഓണർ അയൽവാസി. സിൻജി ഞാൻ കാര്യത്തിൽ പറഞ്ഞാണ്, എന്നെ കാണാൻ വരിക, നീ അടുത്തത് റീത്തായി വന്നാൽ മതി. എന്റെ ബോഡി ഭയങ്കര വീക്കാണ്, എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നീ പോടപ്പ, അങ്ങനൊന്നും പറയാതെ പാച്ചൂട്ടാ, ഒന്നും പറയല്ല, ഒരിക്കലും പറയരുത് കേട്ടോ. എന്നോട് അന്ന് തൊട്ടേ ഞാൻ പറയുന്നില്ലായിരുന്നോ? നയന ഹലോ എന്ന് പറഞ്ഞു. നയന ഇതാരെ തങ്ങിച്ചേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. എടാ ഇതാരടാ? നമ്മുടെ യൂസഫക്ക. ഹാപ്പി ട്രെൻഡിങ് ആക്ഷൻ ഹൈ രഞ്ജിത്ത് ലൈൻ അടി ഹാപ്പി 45. നയന പാച്ചുക്ക നിങ്ങൾ എന്തെങ്കിലും ഹെൽത്ത് നോക്കണോ എന്ന് പറഞ്ഞിട്ട് അതാ ഞാനും പറഞ്ഞത്. ഞാൻ ഇന്നലെ ട്യൂതർ ഇടണമെന്ന് പറഞ്ഞോണ്ടിരുന്നേ. അപ്പൊ ഇന്നലെ വീണ്ടും തൊട്ട് മേളില് അവിടെ വല്യമ്മയുടെ വീട്ടില് ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഇങ്ങനെ അവര് വയറിങ് ചെയ്യുക. ഭയങ്കര സൗണ്ട്. ഇടാൻ പറ്റില്ല. പിന്നെ മോന് ഉച്ചയ്ക്ക് നല്ല പരീക്ഷ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് അപ്പൊ ഇവിടെ ഇരുന്നില്ല. അവൻ ടി വി വെച്ചോണ്ടിരിക്കുവല്ലേ, അപ്പം ഇവിടെ നിന്ന് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല. പുറത്താണെങ്കിൽ അധികം പറ്റത്തില്ല. ഇങ്ങനത്തെ ലൈൻ അടിക്കാൻ ഷോപ്പിക്കാൻ നോക്കി. യൂസഫിക്കേക്ക് മുടി വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഇത് ഒറിജിനലാണ് കേട്ടോ, കുഴപ്പമൊന്നുമല്ല. എന്നിട്ട് കൃഷ്ണൻ തിരിക്കുന്നുണ്ട് ഹായ് എന്ന്. ഓ യൂസഫൊക്കെ ആണോ ഹായ് ഇക്കാന്ന് പറയുന്നുണ്ട് നമ്മൾ തിരിച്ചേട്ടൻ കേട്ടോ. തീർച്ചയായും. പിന്നെ ഇക്ക ഫുഡൊക്കെ കഴിച്ചോ? പക്ഷെ ഇക്കയുടെ ലൈവ് എനിക്ക് കിട്ടുന്നില്ല. ഇക്ക ലൈവ് ഇടുവോ? ഞാൻ ഇപ്പൊ ഇട്ടായിരുന്നല്ലോ, ഞാൻ ഇപ്പൊ ഒരു 20 മിനിറ്റ് ലൈവ് ഇട്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ഒന്നും കിട്ടുന്നില്ല. വെർട്ടിക്കൽ മോഡ് നമ്മൾ ആര് കയറി വരികയാണെങ്കിലും ഫസ്റ്റിനെ പരസ്യം വരും. പരസ്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കയറാൻ പറ്റുള്ളൂ അകത്തേക്ക്. ഡോളർ ഇങ്ങനെ വരാം. അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ലൈവ് ആണ് അടിച്ചിരിക്കുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റു 2 ദിവസം കഴിഞ്ഞ് അതിന്റെ വിവരം പറയാം. പിന്നെ എല്ലാവരും ഈ ലൈവ് ഒഴിവാക്കി തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്ത് പ്രയോജനം എന്തുവോ? ഞാൻ കണ്ടു. ഡോളർ കേറും. ഈ കമന്റ് ചെയ്ത പോലെ തന്നെ അതിലും കമന്റ് ചെയ്യാം. മൊബൈൽ തിരിച്ചു പിടിച്ചാൽ മതി.